الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا قوم اعبدوا الله ما لكم من إله غيره ഏറെ സ്നേഹമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുസ്ലിമീങ്ങൾ എന്ന രൂപത്തിൽ നമ്മൾ യഥാർത്ഥ രൂപത്തിൽ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമേറിയ അഥവാ തൗഹീദിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ച് കൊണ്ടിരിക്കുന്നത്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ടാളുകളും തൗഹീദിന്റെ വ്യത്യസ്ത ആശയങ്ങളെ കുറിച്ച് നമ്മോട് സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ തൗഹീദിന്റെ 3 ഇനങ്ങളെ കുറിച്ച് കൃത്യമായിക്കൊണ്ട് ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെയാണ് ായിരുന്ന അവിശ്വാസികളായ ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ആരാണ് ഭൂമിയും ആരാണ് ആകാശവുമെല്ലാം സൃഷ്ടിച്ച് സംവിധാനിക്കുന്നത് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ അവർ പറയും അല്ലാഹുവാണെന്ന്. അപ്പൊ അല്ലാഹുവാണ് ഈ ലോകമെല്ലാം സൃഷ്ടിച്ചത്. ഇവിടെയുള്ള സസ്യങ്ങളും ജന്തുക്കളും അതുപോലെ തന്നെയുള്ള എല്ലാത്തിനും കഴിവുകൾ കൊടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു മക്കയിൽ ഉണ്ടായിരുന്ന അവിശ്വാസികളായ ആളുകൾ. ഇനി നമ്മൾ നമ്മുടെ നാട്ടിലേക്കൊന്ന് നോക്കിയാൽ ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്ന് പറയുന്ന, അതുപോലെ തന്നെ ബാക്കിയുള്ള ഔലിയാക്കളാണ്, ഷെയ്ഖുമാരാണ് ലോകം നിയന്ത്രിക്കുമെന്ന് വാദിക്കുന്ന പറയുന്ന ആളുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളെ നമ്മൾക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെയുള്ള ഓരോ ആളുകൾക്കും ശ്വസിക്കാൻ ശ്വാസം പോലും കൊടുക്കുന്നത് മടവൂരാണ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഷെയ്ഖുമാരാണ്, ബാക്കിയുള്ള തങ്ങന്മാരാണെന്ന് വാദിക്കുന്ന ഒരു ഭാഗം ആളുകളെ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇതാരും നമ്മൾ ഇതുപോലെയുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച് നമ്മൾ പറയാണ് ഇന്ന സംഘടന അവർ വാദിക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെയുള്ള പല ആളുകളും ലോകം നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകൾക്കും ഇവിടെയുള്ള സസ്യങ്ങൾക്കുമെല്ലാം അല്ലാഹുവല്ലാത്ത ഒരുപാട് ആളുകളും ഉപജീവനം കൊടുക്കുന്നുണ്ടെന്ന് പല സംഘടനയിലുള്ള നേതാക്കന്മാരായ ഖുർആനും ഹദീസും അഖീദയും പഠിച്ച ആളുകൾ തന്നെ പാവപ്പെട്ട മുസ്ലിങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. അതുകൊണ്ടല്ലേ ഈ മാസം കഴിഞ്ഞല്ലോ ശവ്വാല്, എവിടെയെങ്കിലും എല്ലാ അനുഗ്രഹങ്ങളും മടവൂർ ശൈഖിൽ നിന്നാണെന്ന് പറയാൻ പാടില്ല എന്ന ഒരു ലഫ്ദ് ഈ ശവ്വാൽ 1 മുതലുള്ള ഒരൊറ്റ പ്രസംഗത്തിലും പറയാൻ കഴിഞ്ഞില്ല. കാരണം അയാൾ അത് പറയുമ്പോൾ ശ്വസിക്കുന്ന ശ്വാസം പോലും ശൈഖുനയിൽ നിന്നാണ്. നിങ്ങൾ കുടിക്കുന്ന വെള്ളം യുക്തിവാദി അതല്ലാതെ കുടിക്കുമ്പോൾ ആരെ വെള്ളമായി കുടിക്കണം? അല്ലാഹ് കൊടുക്കുന്ന വെള്ളം. മടവൂർ ശൈഖ് അല്ല എന്ന് പറയുന്ന വഹാബി ഓൻ പ്രസംഗിക്കാൻ നടന്നു പോകുന്നത് ശൈഖുന കൊടുക്കുന്ന റഹ്മാനല്ലേ അല്ലാഹ് എല്ലാവർക്കും കൊടുക്കും. അതേ ശൈലിയാണ് ഔലിയാക്കന്മാർ. നമ്മൾ കേട്ടത് ഇവിടെ എന്താണ് ഇവർ സംസാരിച്ചത് എന്താണ്? കുടിക്കുന്ന വെള്ളം പോലും, ശ്വസിക്കുന്ന ശ്വാസം പോലും, അതുപോലെ തന്നെ മനുഷ്യർക്ക് നടക്കാനുള്ള ഖുവ്വത്ത്, അതിനുള്ള ശക്തി കൊടുത്തത് മടവൂരാണ്. മടവൂരിന്റെ ശക്തി കൊണ്ടാണ്, മടവൂരിന്റെ കാരുണ്യം കൊണ്ടാണ് മനുഷ്യർക്ക് ശ്വാസം കിട്ടിയതെന്നൊക്കെ വാദിക്കുന്ന ഒരു ഭാഗം ആളുകളെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇല്ലാത്ത അവർക്ക് ഒരിക്കലും കഴിയാത്ത അനുഗ്രഹങ്ങളെ കുറിച്ച്, കറാമത്തുകളെ കുറിച്ച്, കഴിവുകളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പാവപ്പെട്ട മുസ്ലിമീങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇല്ലാത്ത ഒരുപാട് കറാമത്തുകളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. ജിലാനി പാപ്പന്റെ ദേഹത്ത് ഒതുകൊടുത്ത് കുമ്പിട്ട് ഒതുകൊടുത്തെടുക്കുക.
ഖലായിദിലും മറ്റു പല കിതാബിലും കാണും ചരിത്രം. ഓതു എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു അസ്ഫൂർ, ഒരു പൈങ്ങാക്കിൽ ഇങ്ങനെ പാറി അങ്ങ് പോയി. അപ്പോ അത് കാട്ടിച്ചപ്പോ ജിലാനി പാപ്പന്റെ ഖമീസിലേക്ക് അത് ആയിപ്പോയി. നജസാണല്ലോ. അത് ഒരു വലിയ മഹാന്മാരാണ്. ആയപ്പോ പെട്ടെന്ന് തന്റെ മനസ്സിൽ വിഷമം കൂടി. നമ്മള് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ വല്ല ജന്തുക്കളെ നമ്മളെ ഡ്രസ്സൊക്കെ കാട്ടിച്ച് നമുക്ക് വിഷമല്ല. ഒറ്റ നോട്ട ഈ അസ്ഫൂറിലേക്ക് ദേഷ്യത്തോട് കൂടെ നോക്കിപ്പോയി, ചത്തുങ്ങ് വീണു. അതാണ് ഹിമ്മത്തുൽ ജാൽ, തഹ്ദീമുൽ ജിബാൽ, തഹ്ദീമുൽ തയ്ർ. പക്ഷിയെ തകർക്കുന്നത് പ്ലെയിൻ തകർത്ത് തള്ളിയിടും, വീഴും. അയാളെ ഡ്യൂട്ടി ഗൾഫിൽ വണ്ടി ഓടിച്ചിട്ട് ഓരോ ഇങ്ങനെ സപ്ലൈ ചെയ്യല്ലോ, ഓരോ ലൈനിലെല്ലാം ഇങ്ങനെ ഇറക്കി കൊടുക്കാം. അപ്പൊ അയാൾക്ക് ഉറക്ക് വല്ലാത്ത വിഷമായി. അപ്പൊ ശേഖോനന്റെ ആയത്താലത്ത് ശേഖോനോടൊന്നും പറഞ്ഞു, ശേഖോന ഞാൻ അങ്ങനെ ഗൾഫിലെല്ലാം പോയി ഇങ്ങനെല്ലാം കുടുംബം പോറ്റുന്ന ചേനോട് ഉറങ്ങിപ്പോന്നു. വണ്ടി ഗൾഫിലെല്ലാം വണ്ടിയിൽ ഉറങ്ങിപ്പോയുള്ള അവസ്ഥ നമുക്ക് അറിയാലോ. 100-120 പോകുന്ന ഒരു അവസ്ഥയാണ്, വണ്ടിയിൽ ഉറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് ശേഖോന അതൊന്ന് ഉറങ്ങാണ്ട് വണ്ടിക്കാരെ ഉറങ്ങാണ്ടിരിക്കാനുള്ളൊരു ഇത് സ്വാഭാവികമായിട്ട് ശേഖോന അത് വേണ്ടാന്നല്ലേ പറയണ്ടേ. ശേഖോന അറിയാട്ടോ, നിങ്ങൾക്ക് ഉറങ്ങിയും വണ്ടി ഓടിക്കാം, പോകാം. ഉറങ്ങിയും അതെല്ലാം ഈ മനുഷ്യൻ ഇന്നുണ്ട് ഹയാത്തില്. ഇപ്പൊ ഗൾഫ് നിർത്തിട്ടോ, ആ മനുഷ്യൻ പിന്നീട് പറയാ, പിന്നെ ഗൾഫ് പോയിട്ട് നേരെയുള്ള ഇല്ലല്ലോ ഇയാൾ ഇങ്ങനെ പോകുമ്പോ ഇയാൾ ഉറക്കന്നെയാലും വണ്ടി അങ്ങനെ പോക്കന്നെ 5-6 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇയാൾ ഉറക്ക് തെളിയല്. കാരണം കൂടുതലുള്ളവർ പറയും ഞാൻ ഉറങ്ങി അങ്ങനെ വിളിക്കണ്ട, പേടിക്കണ്ട. ആര് പറഞ്ഞിക്ക്, എന്ത് പറഞ്ഞിക്ക് ചോദിക്കട്ടെ. ഇങ്ങനെ ഒരു സംഭവിക്കാം ജീവിതത്തിൽ വേറെ ആൾക്ക് കേൾക്കാൻ പറ്റുമോ? ഇവിടെ 2 വീഡിയോ നമ്മൾ കണ്ടുല്ലേ. ഒന്നാമത്തെ വീഡിയോയില് അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഒരു ഷെയ്ഖ് അദ്ദേഹം ഒതു കൊടുക്കുന്ന സമയത്ത് ഒരു പക്ഷി വന്ന് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലേക്ക് കാഷ്ടിച്ചു. അദ്ദേഹത്തിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ആ സമയത്ത് അദ്ദേഹത്തിന് ദേഷ്യം വന്നുകൊണ്ട് അദ്ദേഹം ആ പക്ഷിയെ ഒരു ശ്വാസം കൊണ്ട് ആ പക്ഷിയെ നിലത്തേക്ക് ഇട്ടെന്നാണ്. അതുപോലെ തന്നെ 2ാമത്തെ വീഡിയോ നമ്മൾ കണ്ടു. അദ്ദേഹം പറഞ്ഞെന്താണ്, ഒരു മനുഷ്യൻ അദ്ദേഹം മടവൂരിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സങ്കടം പങ്കുവെച്ചു. മടവൂരെ, ഞാൻ ജോലി എടുക്കുന്നത് വിദേശത്താണ്. അപ്പൊ അവിടെ ഒരുപാട് വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. ആ വാഹനം സഞ്ചരിക്കുന്നതിനിടയിൽ എന്റെ ഡ്യൂട്ടി ഒരു കുടുംബത്തിന്റെ വാഹനം ഓടിക്കലാണ്. അപ്പൊ ഞാന് വാഹനം ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഉറക്കം വന്നാൽ ഞാൻ എന്താണ് ചെയ്യുക? ഞാൻ പലപ്പോഴും എനിക്ക് ഉറക്കം വന്നുകൊണ്ട് ഞാൻ പല പ്രശ്നങ്ങളിലേക്കും പോകാറുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു വഴി താങ്കൾ തന്നാൽ എനിക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. ആ സമയത്ത് മടവൂർ പറയുന്നുണ്ട്, താങ്കൾ ഉറങ്ങിയാലും താങ്കൾ എന്ത് ചെയ്താലും താങ്കൾക്കൊരു പ്രശ്നവും കടന്നവരാണില്ല. താങ്കൾ വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങിയാലും ഒരു പ്രശ്നവുമില്ല. കാരണം താങ്കളെ നിയന്ത്രിക്കുന്നത് ഞാനാണ്. അപ്പൊ എന്നോട് തന്റെ സങ്കടം പറഞ്ഞതുകൊണ്ട് തന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹരിക്കാമെന്ന്, അതുകൊണ്ട് തന്നെ താങ്കൾ വാഹനം ഓടിക്കുമ്പോൾ ഉറങ്ങിക്കൊള്ളൂ, അതൊരു പ്രശ്നവുമില്ല എന്ന് വാദിക്കുന്ന ഇത്തരത്തിലുള്ള കള്ള കറാമത്തുകൾ ഇല്ലാത്ത കഴിവുകളുടെ പേരുകളും പറഞ്ഞ് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ വഞ്ചിച്ച് സമ്പാദിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികൾക്ക് പോലും ഇല്ലാത്ത വിശ്വാസങ്ങൾ, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളായ ആളുകൾക്ക് പോലും ഇല്ലാത്ത, അവരുടെ ജീവിതത്തിൽ പോലും ഇല്ലാത്ത ശിർക്കിന്റെ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികൾ പോലും വിശ്വസിക്കുന്നത് അള്ളാഹുവാണ് ലോകം സൃഷ്ടിച്ച്, അള്ളാഹുവാണ് അതിനെ നിയന്ത്രിക്കുന്നത്, അതുപോലെ തന്നെ മനുഷ്യരെയും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ വർഗങ്ങളെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് അതിനു വേണ്ട വെള്ളവും ഭക്ഷണവും വായുവും എല്ലാം നൽകുന്നത് അള്ളാഹുവാണെന്ന് വിശ്വസിച്ച ആളുകളായിരുന്നു. പിന്നെങ്ങനെയാണ് മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികൾ, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളായ ആളുകൾ, എങ്ങനെയാണ് അവർക്ക് അവരുടെ തൗഹീദിൽ കളങ്കങ്ങൾ ഉണ്ടായത്? എങ്ങനെയാണ് അവർക്ക് അവരുടെ തൗഹീദിൽ പിഴവ് സംഭവിച്ചത്? നമ്മൾക്കറിയാം അവർ അവരുടെ പ്രാർത്ഥനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ഒരുപാട് ആളുകളെ പങ്കു ചേർത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്നതിന് പകരം അല്ലാഹു അല്ലാത്ത ഒരുപാട് സൃഷ്ടികളോടും അതുപോലെ തന്നെ കല്ലിനോടും അതുപോലെ തന്നെ സൂര്യനോടും തുടങ്ങി ഓരോന്നിനോടും പ്രാർത്ഥിക്കുന്നവരായി മാറി.
ആ ഒരു കാരണത്താൽ അങ്ങനെ തൗഹീദിൽ കളങ്കമുണ്ടായ ആളുകളാണ് മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികളായ ആളുകൾ. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ നാട്ടിലെ സമസ്ത എന്ന് പറയുന്ന ഒരു ഭാഗം ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ അഖീദയിൽ ഉണ്ടാകുന്ന ഒരുപാട് പിഴവുകളെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മൾ ശരിക്ക് ആ വിഷയത്തെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമേയും പല ആളുകളും ലോകം നിയന്ത്രിക്കാൻ സാധിക്കുന്നു, പല ആളുകൾക്കും ലോകം നിയന്ത്രിക്കാൻ സാധിക്കുന്നു. മനുഷ്യർക്ക് വെള്ളം കൊടുക്കുന്നത് അള്ളാഹുവിന് പുറമെയുള്ള ആളുകൾക്കും സാധിക്കും. മനുഷ്യന്റെ ശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതിന് പകരം പല ആളുകളും കൊടുക്കുന്നത് വാദിക്കുന്നു. മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികൾക്ക് പോലും ഇല്ലാത്ത വിശ്വാസങ്ങൾ, ഇത്തരത്തിലുള്ള ദുഷിച്ച വിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിലെ ആളുകൾക്കുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരുപക്ഷെ നമ്മൾ പറയുകയാണെങ്കിൽ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളായ, മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികളായ ആളുകളെക്കാൾ അധപതിച്ചു പോയ ആളുകളാണ്, അവരെക്കാൾ അഖീദയിൽ പിഴവ് സംഭവിച്ച ആളുകളാണ് നമ്മുടെ നാട്ടിൽ സമസ്ത എന്ന് പറയുന്ന വിഭാഗം ആളുകളെ കുറിച്ച് നമ്മൾ ശരിക്ക് അറിയേണ്ടതുണ്ട്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ പല ആളുകളോടും പ്രാർത്ഥിക്കാം, ശൈഖുമാരോടും അതുപോലെ തന്നെ വളരെ അറിവുള്ള ആളുകളോടും ഒക്കെ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഓരോരുത്തരോടും പ്രാർത്ഥിച്ചാലും നമ്മൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. മരണപ്പെട്ടു പോയ ആളുകളോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമാകുമെന്ന് വാദിക്കുന്ന ആളുകൾ, ഇതെല്ലാം ഇവരുടെ സംഘടനയിലെ നേതാക്കന്മാർ തന്നെ നാം സൂചിപ്പിച്ച പോലെ ഖുർആനും ഹദീസും ഒക്കെ പഠിച്ച് അറിവുള്ള ഈ സംഘടനയുടെ മുന്നണിയിൽ നിൽക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവല്ലാത്ത ആളോടും പ്രാർത്ഥിക്കാം, അല്ലാഹുവല്ലാത്ത ആരോടും പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥന കേട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മരണപ്പെട്ടു പോയ ആളുകളോടും തങ്ങന്മാരോടും ബീവിമാരോടും ബദരീങ്ങളോടും പ്രാർത്ഥിച്ചാലും അത് ശിർക്കല്ല. ആ രൂപത്തിൽ പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥന എല്ലാം സ്വീകരിക്കുമെന്ന് വാദിക്കുന്ന ആളുകൾ, ഇതൊന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങളെന്റെ കൈവിടല്ലേ. അവിടത്തേക്ക് ഞങ്ങളെ കരത്തുയർത്തിയിരിക്കുന്നു നബിയേ, ഞങ്ങളെ സ്വീകരിക്കണേ റസൂലല്ലാഹ്. സ്വീകരിക്കണം ഉപ്പാപ്പ, നിരാശരാക്കരുതേ ഉപ്പാപ്പ. തങ്ങള് സാധുക്കളാണ് തങ്ങള്, ഞങ്ങളെ സദസ് കാണുന്നല്ല തങ്ങള്, ഞങ്ങളെ അവസ്ഥ കാണുന്നല്ല തങ്ങള്, ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്നു തങ്ങള്, ഞങ്ങളെ വിഷമം അറിയുന്ന തങ്ങള്, ഞങ്ങളെ ബേജാററിയുന്ന തങ്ങള്, ഞങ്ങൾക്ക് പരിഹാരം വേണം തങ്ങള്. നമ്മൾ കേട്ടില്ല, എന്താണ് ഒരു പ്രശ്നം വന്നപ്പോൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ബദരീങ്ങളോട് ഞങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞു, അതുകൊണ്ട് അതിന് ഞങ്ങൾക്ക് പരിഹാരം കിട്ടി. അതുപോലെ തന്നെ ബദരീങ്ങളോട് കരഞ്ഞ് പ്രാർത്ഥിക്കും നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഉപ്പാപ്പമാരെ വിളിച്ച് തങ്ങന്മാരെ വിളിച്ച് ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ദൂരീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം പറയുന്നത് അറിവില്ലാത്ത ആളുകളല്ല, ഖുർആനും ഹദീസും അഖീദയും എല്ലാം പഠിച്ച അറിവുള്ള ആളുകൾ പാവപ്പെട്ട മുസ്ലിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇത് വളരെ ഗൗരവമേറിയ വിഷയമാണ്, കാരണം വിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലയിൻ അശ്റക്ത ലയഹ്ബതന്ന അമലു. പ്രവാചകരെ താങ്കളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ ലയഹ്ബതന്ന അമലു, സമ്പാദിച്ചു കൂട്ടിയ എല്ലാ അമലു സ്വാലിഹാത്തുകളും എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും, നിഷ്ഫലമായി പോവും, ഇല്ലാതായി പോവുമെന്ന് പ്രവാചകരോട് പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള ആളുകൾ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്, പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട മുസ്ലിങ്ങളെയാണ്. അവർ അവരുടെ സമ്പാദ്യം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു. അവർ അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറുവാൻ വേണ്ടി തങ്ങന്മാരുടെയും ബീവിമാരുടെയും മുന്നിൽ ചെന്നുകൊണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞ് അവിടെ ഒരുപാട് സമ്പത്ത് ചെലവഴിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾക്ക് ഒരുപാട് ദൗത്യം നിർവഹിക്കാനുണ്ട്. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നുകൊണ്ട് നമ്മെ തിരഞ്ഞെടുത്തത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെയുള്ള ആരോടും പ്രാർത്ഥിക്കാം, അല്ലാഹു അല്ലാത്ത ആരോട് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന കേൾക്കും, ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്ന് വാദിക്കുന്ന ആളുകൾ, ലോകം നിയന്ത്രിക്കുന്ന
കൊടുക്കുന്നത് സി എം ആണെന്ന് പറയുന്ന ആളുകൾ, അതുപോലെ തന്നെ മനുഷ്യന് ശ്വാസവും വെള്ളവും കൊടുക്കുന്നത് അല്ലാഹു അല്ലാത്ത പല ആളുകൾക്കും സാധിക്കുമെന്ന് വാദിക്കുന്നവർ, ഈ ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ, ഈ ശിർക്കിന്റെ ആശയങ്ങൾ, ഈ ശിർക്കിന്റെ സംസാരങ്ങൾ ആളുകൾക്കിടയിൽ പിറന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് പറയാൻ സാധിക്കണം, അല്ലാഹു അല്ലാത്ത ഒരാളും നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല, അല്ലാഹു അല്ലാത്ത ഒരാളോടും നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല, അല്ലാഹു അല്ലാത്ത ഒരാളോടും നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ ഇറക്കി വെക്കേണ്ടത്, നമ്മൾ പറയേണ്ടത് അല്ലാഹുവോടാണെന്ന് വാ തുറന്ന് പറയാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നാം സൂചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തിരഞ്ഞെടുത്തത്. നമ്മൾ ഖുർആനും ഹദീസും അഖീദയും എല്ലാം പഠിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആശയങ്ങൾ നമ്മൾ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും അയൽവാസികൾക്കും പറഞ്ഞു കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. പ്രവാചകന്റെ സംസാരവും പ്രവാചകന്റെ സ്വഭാവവും കണ്ടുകൊണ്ട് പ്രവാചകൻ അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന ആളുകൾ തന്നെയാണ്. പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരാളും ആരാധനക്കർഹനില്ല, അല്ലാഹുവോടല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കരുതെന്ന തൗഹീദിന്റെ ആശയങ്ങൾ ആളുകളോട് പറഞ്ഞു കൊടുത്തപ്പോൾ പ്രവാചകനെ മജ്നൂനെന്നും കദ്ദാബെന്നും സാഹിറെന്നും വിളിച്ച ആളുകൾ, പ്രവാചകൻ അൽ അമീൻ എന്ന് സ്നേഹത്തോടെ വിളിച്ചിരുന്ന അതേ ആളുകൾ പ്രവാചകനെ ഭ്രാന്തനെന്ന് വിളിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. പ്രവാചകനെ കുടുംബവും അതുപോലെ തന്നെ പ്രവാചകനെ പല ആളുകളും ഒറ്റക്കാക്കി. പ്രവാചകനക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ കടന്നു വന്നു. പ്രവാചകൻ കളിയാകൾക്ക് വിധേയമായി ഒരുപാട് ശാരീരികമായും മാനസികമായും ഒരുപാട് പ്രയാസങ്ങൾ കടന്നു വന്നു. ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളെല്ലാം കടന്നു വന്നപ്പോഴും ഞാൻ എന്റെ ദൗത്യം ഇതാ അവസാനിപ്പിക്കുകയാണെന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പ്രവാചകൻ പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും വേദനകളെല്ലാം സഹിക്കുമ്പോഴും അല്ലാഹു അല്ലാതെ ഒരാളും ആരാധനക്കർഹനില്ല, അല്ലാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥന, അല്ലാഹുവോടല്ലാതെ ഒരാളും പ്രാർത്ഥിക്കരുതെന്നും ആവർത്തിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് നമ്മളും പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മളെല്ലാവരും അറബി കോളേജുകളിൽ പഠിക്കുന്ന ആളുകളാണ്. നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഖുർആനും ഹദീസും ഫിഖ്ഹും അഖീദയും ഒക്കെയാണ്. ഈ പഠിക്കുന്ന ഓരോ വിഷയങ്ങൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന, നമ്മൾ പറയുന്ന, പഠിക്കുന്ന വിഷയങ്ങൾ നമ്മൾ കുടുംബത്തിലും സമൂഹത്തിലും നാട്ടുകാർക്കും അയൽവാസികൾക്കും പറഞ്ഞു കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കണം. നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവാം ശിർക്കിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു പോകുന്ന ആളുകൾ. പ്രിയമുള്ളവരെ, നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ നാളെ പരലോകത്ത് നരകത്തിലേക്ക് കടന്നു പോവരുത്. പ്രവാചകരോട് പോലും പ്രവാചകരെ താങ്കൾ ചെയ്ത കർമ്മങ്ങൾ ശിർക്കിന്റെ കാരണത്താൽ പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒറ്റ കാരണത്താൽ നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ പ്രിയമുള്ളവരെ നരകത്തിലേക്ക് കടന്നുപോയേക്കാം. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ശിർക്ക്. അതുകൊണ്ട് ശിർക്കിലേക്ക് നമ്മുടെ കുടുംബമോ നമ്മുടെ നാട്ടുകാരോ സമൂഹമോ കടന്നു പോകരുത്. അത് നമ്മൾ വലിയ ദൗത്യം, നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ കടമ നിർവഹിക്കേണ്ടതുണ്ട്. ആവർത്തിച്ച് നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലാഹു അല്ലാത്തൊരാളും ആരാധനക്കർഹനില്ല. നിങ്ങൾക്ക് എത്ര പ്രശ്നങ്ങളും പ്രയാസങ്ങളും കടന്നു വന്നാലും അല്ലാഹുവോട് മാത്രമായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന എന്നും പറയാനും അത് ആളുകളിലേക്ക് എത്തിക്കാനും പ്രിയമുള്ളവരെ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. നാം സൂചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഭാഗ്യം തന്ന ആളുകളാണ് നമ്മളെല്ലാവരും. നമ്മൾക്കറിയാം, നമ്മുടെ കൂടെ പഠിച്ച ഒരുപാട് ആളുകളുണ്ട്. വ്യത്യസ്ത കോഴ്സുകൾ പഠിക്കുന്ന ആളുകൾ, വ്യത്യസ്ത കാര്യങ്ങൾ പഠിക്കുന്ന ആളുകൾ. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തിരഞ്ഞെടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തിരഞ്ഞെടുത്തത്? പ്രവാചകന്മാരും സ്വഹാബത്തും താബിഈങ്ങളും പണ്ഡിതന്മാരും ഉലമാക്കളും നിർവഹിച്ച പ്രബോധനമെന്ന ആ ഉത്തരവാദിത്വം, ആ കടമ നിർവഹിക്കുവാൻ വേണ്ടിയാണ്. ആളുകൾക്ക് ഖുർആനും ഹദീസും പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സ്വയം പഠിക്കുകയും ആളുകളിലേക്ക് എത്തിക്കാനും പ്രിയമുള്ളവരെ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒന്നാമതായിക്കൊണ്ട് നമ്മൾ അറിയേണ്ട, പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട വിഷയം തൗഹീദാണ്. നമ്മൾക്കറിയാം, തൗഹീദ് നമ്മൾ 1, 2, 3 പ്രോഗ്രാമുകൾ വെച്ചാലും സംസാരിച്ചാൽ തീരാത്ത വിഷയമാണ്. ഒരുപാട് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആയത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും പ്രിയമുള്ളവരെ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്.